ഗായ്സ് നമ്മളിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ പുല്ല് വെട്ടാനാണ്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ അടിയിൽ പുല്ല് വെട്ടാൻ വന്നേക്കാണ്. ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും ഉണ്ട്. അപ്പം നമുക്ക് പുല്ല് വെട്ടാനായിട്ട് വലിയൊരു വാളെടുത്തിട്ടുണ്ട്. ഇതെന്ത് വാളാണ്? അരിവാളെന്നാണ് പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. അപ്പം നമുക്ക് പുല്ല് വെട്ടൽ തുടങ്ങാം. കയറിലിടുന്നുണ്ട് പോകുമ്പോൾ കെട്ടി വെക്കാൻ. അതെല്ലാം നല്ല ആവശ്യമാണ് ഗൈസ്. ഇവിടെ ചാക്കൽ വിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പുല്ല് വെട്ടാം അല്ലേ അമ്മ? നമുക്കപ്പോൾ പുല്ല് വെട്ടാം. അനിയത്തി എന്താ ചെയ്യുന്നത്? ഇതെന്താ ചെയ്യുന്നത്? എംബ്രോയ്ഡറിയോ? അതെന്ത് സംഭവമാണ്? എംബ്രോയ്ഡറി ചെയ്യുവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്നല്ലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അമ്മയുടെ കൂടെ പുല്ല് വെട്ടാൻ പോവാം. കാടിൻ്റെ അകത്തോടെ കയറി പോകണം കഴിച്ച്. ഇവിടുന്ന് വീഡിയോ ഇവിടെയാണ് പുല്ല് വെട്ടുന്നത്. ഇവിടെ ഒരു പാലമാണ് ഗൈസ്. ഞാൻ ആദ്യം വന്നപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഒരു പാലമാണ്. ഇതിൻ്റെ അവിടെ പുഴയാണ് ഗൈസ്. ഈ പോകുന്നത് പുഴയാണ് ഗൈസ്. അപ്പം കുറച്ച് പുല്ല് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഞാൻ അവിടെ കൊണ്ടുവെക്കണോ അമ്മ? നമ്മുടെ വീട്ടിലല്ല, ഇവിടെ ചാക്കിൽ. അപ്പം ചാക്കിൽ കൊണ്ടുവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതെടുക്കാം. ഇത്രയും പുല്ലുണ്ട് ഇപ്പം. അപ്പോൾ നമുക്കിതെടുത്ത് ചാക്കിലോട്ട് വെക്കാം. അതിസാഹസികമായിട്ടാണ് ഗൈസ് നമ്മളിങ്ങോട്ട് എത്തിച്ചേർന്നത്. അപ്പം നമുക്ക് പുല്ല് ഇങ്ങനെ വെക്കാം. എപ്പോഴും പുല്ല് നേരെയാണ് ഗൈസ് വെക്കുന്നത്, അല്ലെങ്കിൽ കെട്ടാൻ പറ്റൂല. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്തായിരുന്നു കെട്ടിക്കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ എല്ലാം കൂടെ കൂട്ടിക്കെട്ടാം. അപ്പം അനിയത്തി ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ഒന്നും പിടിയിട്ടാൽ ഇങ്ങനെ നടക്കുക. അപ്പം നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം. ഇവിടെ ഇങ്ങോട്ട് പോയ ഒരു പുഴയുണ്ട്. നമുക്ക് പുഴയിലോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പം നമുക്ക് പുഴയിലോട്ട് പോവാം. അല്ലേ വേണ്ട കഴിച്ചു. നമുക്കിപ്പോൾ പുഴയിലോട്ട് പോകണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അടുത്തിടെ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും പുഴയിലോട്ട് പോകുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പ്ലേസ്. നല്ല അടിപൊളി കളിക്കാനെല്ലാം പറ്റുന്ന പ്ലേസാണ്. ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡുണ്ട്. അപ്പം നമുക്ക് ബാക്കി പുല്ലെടുത്തിട്ട് വരാം. കുറച്ച് പണിയുണ്ട്. അമ്മയുടെ പുല്ല് ഫുള്ള് കൂട്ടി വെക്കുന്നുണ്ട്. നമുക്കത് എടുക്കാൻ പോവാം. പിന്നെയും അതിസാഹസികമായി ഞാനിതാ കയറുന്നു. അപ്പം നമ്മൾ ഇവിടെ കയറി എങ്ങനെയൊക്കെയോ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ പുല്ലുണ്ട് കഴിച്ച്. അപ്പം നമുക്കിതങ്ങ് എടുക്കാം. ഇത് ഒരു കൈ ക്യാമറ ഒരു കൈ പുല്ലുമായിട്ട് എങ്ങനെ ഞാൻ പോകും ഗൈസ്. എങ്ങനെയൊക്കെയോ ഞാൻ പോകുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും അതിസാഹസികമായി ഇറങ്ങി വരാം. അപ്പം നമ്മൾ അടുത്ത പുല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ പുഴ കാണാം. അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട് പുഴ കാണാൻ പോകാൻ. പക്ഷെ എന്നാലും ഇവിടുന്ന് നല്ല വൃത്തി പുഴ കാണാം. ഇപ്പം ഞാനൊന്നും ഇവിടെ കുളിക്കാനൊന്നും പോകുന്നില്ല. ഭയങ്കര ആഴ വെള്ളത്തിൽ, അതുകൊണ്ടാണ് കുളിക്കാനൊന്നും പോകാത്തത്.
അപ്പോൾ ഇതാ ഇങ്ങനെ നീണ്ട് കിടക്കുന്ന പുഴ. ഇതൊരു പാലമാണ് ഗൈസ്. ഇപ്പം നമ്മൾ എല്ലാവരും പുഴയെല്ലാം കണ്ടില്ലേ? അതുകൊണ്ട് അവിടെ വെള്ളമെല്ലാം ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുല്ലെടുക്കാൻ പോവാം. ഇതാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ പുല്ല് വളർത്തിയേക്കാണ്. നമുക്ക് വീട്ടിലൊരു പശുവുണ്ട്, അതിന് കൊടുക്കാനാണ് പുല്ല് വളർത്തിയത്. അപ്പോൾ നമ്മൾ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് ഈ പുല്ലുള്ള. നമ്മൾ അടുത്ത വീഡിയോയിൽ കുറേ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അനിയത്തി അവിടെ നിന്ന് ഓടിക്കളിക്കുന്നുണ്ട്. എങ്ങോട്ടാണോ ഒരു വീഡിയോ ഇല്ലാതെ എങ്ങോട്ടേക്ക് പോവുക. അപ്പം നമുക്ക് ബാക്കി പുല്ലെടുത്തോണ്ട് വരാം ഗൈസ്. പുല്ലെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്, അങ്ങോട്ടെല്ലാം പോകണം. അപ്പം നമുക്ക് വഴി തെറ്റി പോയാനെ ഗൈസ്. ഞാൻ ക്യാമറയിൽ നോക്കിക്കൊണ്ട് പോയതാ, വഴി തെറ്റിയാണ്. അടുത്ത ഒരു ലോഡ് പുല്ല് എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെടുക്കാം. നമ്മൾ ഒന്നുകൂടെ പുല്ല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എൻ്റെ അനിയത്തി എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് പുല്ലിൻ്റെ ഇടയ്ക്കുന്ന് ഏതായിരുന്നു സാറ്റ് കളിക്കുന്നുണ്ട് തോന്നുന്നു. അതാണ്ട് പുല്ലിൻ്റെ ഇടയ്ക്ക് നിന്ന് സാറ്റ് കളിക്കുന്നു. ആരില്ല എന്നിട്ടും സാറ്റ് കളിക്കുക. ഇതിൽ ചേട്ടൻ ബൈക്ക് കൊണ്ട് പോകുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പുല്ല് എടുത്തിട്ടുണ്ട്. അമ്മയോട് ചോദിക്കുക ഇത്രയും മതിയോന്ന്. അമ്മ ഇത്രയും മതിയോ? അമ്മ പറഞ്ഞ് ഇത്ര മതിയെന്ന്. ബാക്കി അമ്മ എടുത്തോണ്ട് വരും. ഇതാ അമ്മ അനിയത്തി എംബ്രോയ്ഡറി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. എന്താ അറിയില്ല, വട്ടം ചുറ്റുന്നുണ്ട്. ഇതാ കാട്ടിക്കൂടെയെല്ലാം കയറി ഇപ്പം വീട്ടിൽ വന്നിട്ട് ചൊറിയുന്നേന്ന് പറയും. ബാക്കിയുള്ള പുല്ല് അമ്മ എടുത്തോണ്ട് വരുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം വളരുന്നേ ഉള്ളൂ. ഈ പുല്ല് വളർന്നായിട്ട് വേണം ഇതെല്ലാം എടുക്കാൻ. ഇവിടെ വലിയൊരു കൂട്ടം പുല്ലുണ്ട് വളർന്ന് നിൽക്കുന്നത്. അതെല്ലാം നമുക്ക് എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാം വളരുന്നേ ഉള്ളൂ പുല്ല്. എനിക്ക് തോന്നുന്നു നമുക്കൊന്നും കൂടെ പോയി പുല്ലെടുക്കണമെന്ന്. അതാണ് എനിക്ക് തോന്നുന്നത്. അമ്മ പുല്ലൊന്നും കൊണ്ടുവരില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഒന്നും കൂടെ വഴി തെറ്റി. ഒന്നും കൂടെ കയറാം, അതൊന്നും വിഷയമല്ല. അപ്പം നമ്മൾ അതിസാഹസികമായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ കൈ കൊണ്ട് പുല്ലെടുക്കാം. അയ്യോ ഇതൊറ്റ കൈ കൊണ്ട് കൊള്ളത്തില്ല. അതുകൊണ്ട് അമ്മ എടുത്തോണ്ട് വരും അല്ലേ അമ്മ? ഇതമ്മ എടുക്കൂലേ? അപ്പോൾ അമ്മ പറഞ്ഞേക്കുന്ന ഇത് അമ്മ എടുത്തോളാന്ന്. അപ്പം നമുക്ക് ഈ പരിപാടി ഇനി നടക്കൂല. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് തോന്നുന്നു. വാടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് എൻ്റെ അനിയത്തി. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറ. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പറ. നിന്നിട്ട് പറ. നിക്ക് അവിടെ നിൽക്കി. ലൈക്കും സബ്സ്ക്രൈബും നിന്നിട്ട് പറ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യ് പറ. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ബൈ.